പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂലൈ മാസം 27-ാം തീയതി ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിന് നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ആ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, സൗഖ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നമ്മളെ നടത്തുന്ന കർത്താവിന്, അത്ഭുത മന്ത്രിയായവന് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ച നല്ല അവസരമാണ്. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. സങ്കീർത്തനം 29. യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ആമേൻ. 11-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇന്ന് പ്രഭാതത്തിൽ ശക്തിയും സമാധാനവും ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവിക ശക്തിയും ദൈവിക സമാധാനവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ വിധത്തിലുള്ള രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ബന്ധിക്കുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് ജോലി നൽകുവാൻ മതിയായവനാകിയാൽ സ്തോത്രം. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവെ, വിദ്യാഭ്യാസത്തിന് കർത്താവെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കണം. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുള്ളതിനായി സ്തോത്രം. കർത്താവ്, ഇന്ന് ലോകത്തെമ്പാടും ആ കർത്താവ് സഭായോഗം നടക്കുന്നു. അതിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നടക്കണമേ, വലിയ ദൈവപ്രവൃത്തി നടക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയ ശക്തി ഇന്നത്തെ സഭായോഗങ്ങളിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. അതുപോലെ നാളെ തുടങ്ങുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ. അസാധാരണമായ ആത്മീക അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരോടും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു, നാളെ മുതലുള്ള ഉപവാസ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഉപവസിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. 3 ദിവസത്തെ പ്രാർത്ഥനയിലും ഉപവാസത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് അത് കാരണമായി തീരട്ടെ. നമുക്ക് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. കർത്താവെ, നാളെ മുതൽ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. അവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യത്തിലും യേശു കർത്താവ് ഇങ്ങനെ പറയും, നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെ പരിശുദ്ധാത്മാവ് ഉപവസിക്കുന്ന എന്താണ് ഉപവാസം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുക. അവിടെ പറയുന്നു, നീ ഉപവസിക്കുമ്പോൾ. അപ്പോൾ ഉപവാസം മാൻഡേറ്ററിയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ഇൻ്റർവെല്ലുകളിൽ അല്ലെങ്കിൽ
ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, എപ്പോഴെങ്കിലും നിങ്ങൾ ഉപവസിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കണമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ. അപ്പോൾ ഉപവാസം മനുഷ്യർക്കല്ല, നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല ഉപവസിക്കുന്നത്. പിന്നെ ആരെ കാണിക്കാൻ? രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിന് വിളങ്ങണം. അപ്പം നമ്മൾ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് എന്തിനാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്? ദൈവമുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. ഈ ആഹാരമൊക്കെ ഒന്ന് മാറ്റിവെച്ച്, മറ്റുള്ള ഭൗതികമായ താല്പര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കുറച്ചുകൂടെ അടുത്ത് ചെന്ന് ഉപവാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, നമ്മുടെ ജീവിതത്തിൻ്റെ പരമാധികാരം യേശു ആണെന്ന് അംഗീകരിച്ച് ജഡത്തിൻ്റെ താല്പര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതാണ് ഉപവാസം. ഉപവാസത്തിൻ്റെ സമയത്താണ് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ദൈവ സാന്നിധ്യം നമുക്ക് വഴികാട്ടിയായി ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു. എസ്രായുടെ പുസ്തകത്തിൽ പറയുന്നു, അവനിൽ നിന്ന് ശരിയായ വഴി തേടാൻ നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടതിന് നമുക്ക് പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാനൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഉപവസിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉപവാസത്തിലാണ് പല മുഖങ്ങളും തകർന്നു പോകുന്നത്. ഉപവാസത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ഉപവാസങ്ങൾ മുഖങ്ങളെ തകർക്കും. യഥാർത്ഥ ഉപവാസങ്ങൾ ശത്രുവിൻ്റെ പല പദ്ധതികളെയും ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയും. കർത്താവ് തന്നെ പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വകയൊന്നും മാറിപ്പോവുകയില്ല. അപ്പം യഥാർത്ഥ ഉപവാസം ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾക്ക് മാറിപ്പോകാതെ നിന്ന പല പ്രശ്നങ്ങൾ, പല ചെങ്ങലകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ഉപവസിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നു, ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുന്നു. ഉപവസിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവിക നിർദ്ദേശങ്ങൾക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഉപവസിക്കുമ്പോൾ നമ്മുടെ മുകളിലുള്ള ശത്രുവിൻ്റെ പല പദ്ധതികളും തകർന്നു പോകുന്നു. അതുപോലെ തന്നെ കർത്താവിനോട് കൂടുതൽ ഇൻറ്റിമസിയിലേക്ക് വരുവാൻ ഉപവാസം നമ്മളെ സഹായിക്കും. കൂടുതൽ അടുത്തു വരുവാനുള്ള കാര്യങ്ങൾ ഈ ഉപവാസത്തിൽ സംഭവിക്കും. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ഈ ഉപവാസം മുഖാന്തരമായി തീരട്ടെ. ദൈവിക നിർദ്ദേശങ്ങളെ പ്രാപിപ്പാൻ ഈ ഉപവാസം മുഖാന്തരമായി തീരട്ടെ. ദൈവിക വഴികൾ പ്രാപിപ്പാൻ, ദൈവിക നിർദ്ദേശങ്ങൾ ലഭിപ്പാൻ ഈ ഉപവാസം കാരണമായി തീരട്ടെ. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ തകർന്നു പോകുവാൻ ഈ ഉപവാസം മുഖാന്തരമായി തീരട്ടെ. അതുകൊണ്ട് നമ്മൾ ഉപവസിക്കുക. ഉപവസിക്കുമ്പോൾ പറയുന്നു, മനുഷ്യർ കാണേണ്ടതിനല്ല നമ്മൾ ഉപവസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപവാസമാണെന്ന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് എന്ത് തരും? പ്രതിഫലം തരും. അപ്പോൾ ഉപവാസത്തിൻ്റെ പ്രതിഫലം ആരാ തരുന്നത്? കർത്താവാ തരുന്നത്, മനുഷ്യരല്ല തരുന്നത്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 3 ദിവസത്തെ ഉപവാസം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ, വലിയ നന്മയ്ക്ക് കാരണമായി തീരട്ടെ, വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ നാളെ മുതൽ തുടങ്ങുന്നു ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്ങിന് കാരണമായി തീരട്ടോ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരുന്നു. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.